മക്കത്തെ മംഗല്യരാവ് ഹദീജത്തിൻ കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി വന്നുവല്ലോ മണിമാരൻ. മക്കത്തെ മംഗല്യരാവ് ഹദീജത്തിൻ കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. എല്ലാ പടച്ചോനെ തേടി എൻ്റെ സുട്ടിനെ കണ്ടു വന്നല്ലോ, സുട്ടിനെ കണ്ടു അബ്ബടെ സുട്ടിനെ കണ്ടു. അസ്സലാമു അലൈക്കും ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോൻ്റെയും മോളുടെയൊക്കെ കുളി കഴിഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മോനെ നമ്മൾ സോഫയിൽ കിടത്തിയിട്ട് മോൾക്ക് മുടി കെട്ടി കൊടുക്കാൻ വേണ്ടി പോവാണ്. പല കമൻസിലും കൂടുതൽ ആളുകൾ ചോദിക്കണേ എന്തുകൊണ്ട് മോളുടെ മുടി കെട്ടുന്നില്ല എന്ന്. ഇപ്പൊ കണ്ടോളി എന്തുകൊണ്ട് കെട്ടുന്നില്ല എന്ന്. ഈ കുട്ടിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കെട്ടുക അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയ സംഭവങ്ങളൊന്നും ഈ കുട്ടി ചെയ്യില്ല. നേരെ മറിച്ച് ആണുങ്ങൾ ചെയ്യുന്ന കുറെ സാധനങ്ങളാണ് ഈ കുട്ടി ചെയ്യുന്നത്. കണ്ണാടത്ത് നോക്കിയിട്ട് അലേഹനെ നോക്കട്ടെ അല്ലേ. അപ്പൊ നമ്മുടെ അലേഹക്ക് നമ്മൾ മാമാട്ടി കുട്ടീന്റെ മുടി കെട്ടിലാണ് ഇത്ര ദിവസം വെട്ടിയായിരുന്നത്. സോഫി എടുത്തുന്ന കുപ്പായാണ് കേട്ടോ അതെടുത്ത് നടക്കണേ. അല്ല, മുടി നമുക്ക് എന്താ വെച്ചാൽ ഓൾറെഡി കുട്ടിക്ക് ഇന്റെ മുടിയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുടിയാവും അല്ലേ. സിനുവിന്റെ മാതിരി ഒന്നും കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുട്ടി നല്ലൊരു കുട്ടിയാണ് ഗൈസ്. കേട്ടാണ് കേട്ടോ. ഒന്ന് ഇനി വൈകുന്നേരത്തെ കറണ്ട് വരുള്ളൂ. ഈ പെണ്ണുങ്ങളാരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ ഇങ്ങനെ ഓല രീതിക്ക് ഒരുക്കലാണ്. ഇപ്പോൾ ഡ്രസ്സുകൾ എടുത്തിക്കണം മക്കളെ, ഓൾക്കും ഒരേ ഡ്രസ്സ്. ഇനിയിപ്പോൾ ഈ ആൺകുട്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആൺകുട്ടിക്ക് ബാപ്പാരോട് എന്താവും ഭയങ്കര ബഹുമാനവും റെസ്പെക്റ്റ് ഓല് നമ്മളോട് മുണ്ടലൊക്കെ മാറ്റും അല്ലേ. ആദ്യം ബാപ്പാന്ന് വിളിച്ച ആളുകൾ പിന്നെ നമ്മളെ കണ്ട സിറ്റൗട്ട് കൂടെ അങ്ങനെ മറിഞ്ഞിങ്ങനെ പോവും. ഓലിക്ക് പിന്നെ ഓല് നമ്മളൊരു പേടി സ്വപ്നമാണ്. അതാണ് പ്രശ്നം. പെൺകുട്ടികൾ അങ്ങനെയല്ല. അലേഹന്റെ മുടി ഏത് സ്റ്റേജിലേക്ക് കെട്ടുന്നത്? രണ്ട് സൈഡോ? ഒരു സൈഡല്ല, രണ്ട് സൈഡ് കെട്ട്. അതിനെ പിടിച്ച് കെട്ടിയവിടെ മക്കളെ. എന്ത് നിങ്ങൾ കാണിച്ചു കൊടുത്തോ? ഈ കുട്ടി എന്ത് കാണിച്ചിട്ടും ഒതുങ്ങിയിരിക്കണില്ല കുട്ടി. എടുക്ക് ആ ഫോട്ടോ എടുക്ക്. നിങ്ങളുടെ കുട്ടികളെയൊക്കെ പേടിപ്പിച്ച് ഒതുങ്ങി ഇരുത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ട്രിക്ക് കാണിച്ചു കൊടുത്താൽ മതി. എന്താണ് ട്രിക്ക് എന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എടുക്ക് പരസ്യം ഒന്നും ഇവിടെ വേണ്ട. ഇന്നലെ മേക്കപ്പ് ചെയ്ത വീഡിയോ ആണ് ഇത്. കണ്ടിട്ട് ബാക്കിയുള്ളവർ എന്നെ പേടിച്ചിരിക്കണം. പിന്നെ കുട്ടിന്റെ കാര്യം പറയണോ? ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഇത് ഞാൻ എന്നെ കാണിച്ച് പേടിപ്പിക്കും. ഇപ്പൊ ചോറ് തിന്നാനൊക്കെ സിനുവിനെ കാണിച്ചു കൊടുക്കല്. ഇങ്ങോട്ട് കൊണ്ടേ അതിന് ഇങ്ങോട്ട് വരില്ലേ. വലിക്കുക ഈ കുട്ടീനെ ഒന്ന് കെട്ടിയിട്ടൊന്ന് ഒരു പെൺകുട്ടിയായിട്ട് കാണാൻ എനിക്കൊരു പൂതി ഉണ്ടാവൂലേ. എന്തൊരു കുട്ടിയാ. ഓരോരോ മക്കള് എന്തൊക്കെ ചെയ്യുന്നു ഇവിടെ. ഇത് തലയും കെട്ടാതെ പിരാന്തത്തികളെ മാരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഓളിപ്പോ അതൊരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടെടുക്കുക. സ്വന്തം മോൾക്കേ ഓളെ പേടിപ്പിക്കണ വീഡിയോ. അതാ വേണ്ടട്ടോ. അലേഹം മുടി കെട്ടു, നല്ല കുട്ടിയായിട്ട് മുടി കെട്ടു. നല്ലൊരു കുട്ടിയായിട്ട് മുടി കെട്ടു. അല്ലെങ്കിൽ അത് നിങ്ങൾ ഇവിടെ കൊടുന്ന് നിൽക്കി പേടിപ്പിക്കുന്ന സാധനം ഇവിടെ കൊടുന്ന് ഇങ്ങനെ പിടിച്ച് നിൽക്കി. ഐബൂനൊക്കെ ധൈര്യമുണ്ട്. ഇതിനാണ് ധൈര്യം ഇല്ലാത്തത്. പേടിപ്പിക്കുന്ന മരുവള ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പേടിപ്പിക്കുക. അങ്ങോട്ട് പോണ്ട. അല്ലാ അവിടെ നിന്നോട്ടോ, ഒതുങ്ങി നിന്നോ. അല്ലെങ്കിൽ അപ്പ എന്റെ അമ്മാനെ കാണിച്ചു തരും. ഇതാ മമ്മി അല്ല, ബുദ്ധി ഓർക്കണ കുട്ടിക്ക് വരെ എന്നെ പേടിയാണെങ്കിൽ എന്റെ കൂടെ ജീവിക്കണ എന്റെ അവസ്ഥ ഒന്ന് ഞാൻ ആലോചിക്കണേ. ഇല്ല പോട്ടെ അബ്ബ മുടി കെട്ടി തരാം. അബ്ബല്ല ഓള്. ഇതിനൊരു പണി ഇതാ, ഈ അങ്ങനെ നടന്നാ മതി. അങ്ങനെ മുടിയൊക്കെ കെട്ടിയപ്പോഴാട്ടോ ഒരു പെൺകുട്ടിയായത്. ഈ ഒരു പെൺകുട്ടി ഇതിന് നിന്നല്ല ഇപ്പൊ വലിച്ചിടും. അലേഹ കെട്ടാൻ ഒരു വൃത്തിക്കൊന്നും കെട്ടാൻ സിനുവിന് കഴിച്ചാട്ടോ. എന്ത് ഗൈസ്, ഫൈനൽ ലുക്ക്. എന്റെ കുട്ടീനെ ഒന്ന് കണ്ണാടിട്ടല്ല എന്താണ് മുടി കെട്ടി കാണണമെന്ന് കുറേ താത്താര ആഗ്രഹം. കണ്ടില്ലേ
ഇതാണ് എൻ്റെ കുട്ടീൻ്റെ മുടി കെട്ടിയുള്ള അവസ്ഥ. മക്കളെൻ്റെ ഐബൂനൊരു മേക്ക് ഓവർ ഉണ്ട്. നാളെ എൻ്റെ കുട്ടിയുടെ മുടി കളിച്ചില്ല അല്ലേ? നാളെ എൻ്റെ ഷുട്ടിൻ്റെ മുടി കളിച്ചിലാണ് ഗായ്സ്. അപ്പൊ നമ്മള് അറിവ് നടത്തുന്നില്ലേ എന്നുള്ള ചോദ്യമൊക്കെ വരും. ഇൻഷാ അല്ലാഹ് സിനുവിൻ്റെ വീട്ടുകാരൊക്കെ ഗൾഫിൽ നിന്ന് എത്തട്ടെ, എന്നിട്ട് നമുക്ക് അറിവൊക്കെ നടത്താം. കാരണം എല്ലാവരും പല വഴിക്കാണ് നിൽക്കുന്നത് അല്ലേ? രണ്ട് കൂട്ടർക്കും പാടെ നമ്മൾ ഒരുമിച്ചിട്ടാണ് നിൽക്കുന്നത്. അലയക്കും അലനും പാടെ മാലിനഗരെ ആ വിലസപ്പെട്ടെ ഗുണ്ടെ കയെ മാലിനഗരെ ആ എല്ലുള്ളാരി എല്ലുള്ളാരി മാലിനഗരെ താനെ താനാനെ താനാനെ. അലേഹ സ്റ്റെപ്പ് കയറി വരുന്നോക്ക. അലേഹ അലേ. അങ്ങനെ എന്തായാലും നമ്മുടെ ഹൗസ് കണ്ടില്ലേ ഗൈസ്. ഒരു വർഷം എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഈ ഹൗസ് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം എനിക്ക് പറയാൻ കഴിയൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾ ചിത്രം വരയാൻ തുടങ്ങുകയാണ്, ആയിട്ടുള്ള പ്രായം എത്തുകയാണ്. അപ്പോൾ ഈ ഒരു പെര ഒരു വർഷം വരെ ഒരു കേടും ഒരു കുഴപ്പമില്ലാതെ ഭയങ്കര നീറ്റായിട്ടാണ് ഈ ഒരു പെരപ്പുള്ളത്. ഇനി അടുത്ത കൊല്ലം ഇതേമാതിരി കാണണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇങ്ങനെ എങ്ങാനും ആയില്ലെങ്കിൽ അപ്പോഴാണ് അബ്ബൻ്റെ സ്വഭാവം എനിക്കറിയാം കേട്ടോ. ഇന്ന് നമ്മുടെ കിച്ചണിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല മുരിങ്ങ താളിപ്പാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്കുള്ളൊരു മരുന്നാണ് മുരിങ്ങ. ഞാൻ കുറച്ചു കാലം വെറും മുരിങ്ങ മാത്രമേ കൂട്ടുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ഇന്ത്യയൊക്കെ ഡയറ്റ് ഞാൻ കറക്റ്റ് ഡയറ്റ് എടുക്കും. പക്ഷെ വല്ല സൽക്കാരത്തിനോ ഇതിനോ പോയി കഴിയുമ്പോഴാണ് ഇതാവണം. നമ്മൾ പോയിട്ട് കഴിക്കാതിരിക്കുമ്പോൾ ഒരു നമ്മക്കായിട്ട് ഉണ്ടാക്കി വെച്ചതാവും. പിന്നെ നമ്മൾ പറയുമ്പോൾ ഓൽക്കും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ നിന്ന് കഴിക്കാൻ പാടില്ല. സാധാ ചോറും കൂട്ടാനും മാത്രം. ഉമ്മാക്ക് ഭയങ്കര പൂതിയുണ്ട് ഇപ്പൊ. എന്തിനാ നിങ്ങൾക്ക് പൂതി? എവിടക്ക പോണ്ട്? ഉമ്മാക്ക് ഉമ്മാടെ മകളിലോടക്ക് പോണം എന്നാ അറിയണത്. എന്താ പറ മക്കളെ നിങ്ങൾ പറയും ഉമ്മാനെ വിടണോ? മകളോടക്കൊന്നല്ല, മക്കളാരെ കെട്ടിച്ചു വിട്ട കഴിഞ്ഞു. പിന്നെ ആ മക്കളുടെ വീട്ടിലാണ് നിക്കണ്ടത്. അതൊന്നുമില്ല. പെണ്ണുങ്ങളെ കെട്ടിച്ചിട്ട ഓല പേരയില് വിരുന്നൊന്നും പോകാൻ പറ്റില്ല. ഇവിടുത്തെ ആളാണ് നിങ്ങള്. അങ്ങനെയൊന്നല്ലല്ലോ നിങ്ങക്ക് മക്കളൊക്കെ ഭയങ്കര വേർതിരിവുണ്ട് എന്നാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ചക്കരോടാണെന്നാണ് എല്ലാരും പറയുന്നത്. മൂന്ന് മക്കളോട് ഒരേപോലെ എത്ര ഉമ്മാക്ക് ഇഷ്ടം. നിങ്ങളെ വിളിച്ചിട്ടാണ് വരാൻ വേണ്ടിട്ട്. ആ പഠിച്ചു ഓക്കെ. മരുമകളോട് ഇഷ്ടല്ലേ പറയും പോലെ? അപ്പൊ ബാക്കിയുള്ള മരുമക്കളോ ആമക്കളും സിനിമ മീൻ വന്നിക്കണേ. അങ്ങനെ മീന് ഇത് ഉമ്മക്ക് കൊണ്ടേ കൊടുത്താലേ മീന് ഇതെന്താ ഇത് കടിച്ചിന്ന് നടക്കണേ പോരെ? അവിടെ നായ വരും. അങ്ങനെ കഴിച്ച് ഇന്ന് നമ്മുടെ പെരയിൽ ചെമ്മീനുണ്ട്. സിനുവിന് വീഡിയോ എടുക്കാനാണ് കേട്ടോ. ചെമ്മീനും പിന്നെ മാന്തളും. കുറേ കാലമായില്ലേ കിച്ചൺ വ്ളോഗ് എടുത്തിട്ട്. നമുക്കത് ഇൻഷാ അല്ലാഹ് കിച്ചൺ വ്ളോഗ് എടുക്കണം. അങ്ങനെ ഉമ്മാക്ക് സൗഫിൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഡേറ്റ് ഏകദേശം കൺഫേം ആയി വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ 23-ാം തീയതി, അല്ലെങ്കിൽ 24-ാം തീയതി, അല്ലെങ്കിൽ 25-ാം തീയതി ഒക്കെ ആയിട്ടാവും. ഏതെങ്കിലും ഡേറ്റിലാവും ഇൻഷാ അല്ലാഹ് പോവുക. നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ടിക്കറ്റും കാര്യങ്ങളും എടുത്താൽ മതി. ഇപ്പോൾ ഒന്നാമത് ഈ ഒരു ക്രിസ്മസും പിന്നെ ഇതൊക്കെ കാരണം ഫ്ലൈറ്റിന് ഭയങ്കര ചാർജാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിലേ ആയിട്ടാട്ടോ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ അമ്മയോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു 5 ദിവസം പോയി നിന്നൂടെ എന്ന് വെച്ചപ്പോൾ അത് ഉമ്മാക്ക് പറ്റണില്ല. അതെന്താ നിങ്ങൾ പോവാത്ത? അങ്ങനെ പോയി നിൽക്കല്ലേ, ഒരു 5 ദിവസം പോയി നിന്നൂടെ? ആ ടൈമിൽ ഒരു ട്രിപ്പില്ല ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ഉമ്മാക്ക് പോകണമെന്ന് അറിയണേ. അപ്പോൾ ആ 5 ദിവസം നിങ്ങൾക്ക് കൊല്ലത്ത് പോവല്ലേ? ഇവിടെ ഒറ്റക്ക് ഇടാൻ പറ്റില്ലേ? എന്ത്? അങ്ങനെയല്ല, നിങ്ങൾക്ക് വാപ്പിമ്മി മരിച്ചാലില്ലെങ്കിലും നിങ്ങള് ഇതേനെ ഒറ്റക്ക് നടക്കും. അതാ പ്രശ്നം. ആ വരെ കൂടെ ഒക്കെ പോയി നിൽക്കും. ആ
അപ്പൊ ഈ സൂക്കടുള്ള ആൾക്കാരൊക്കെ അവിടെ കൂടി പോയി നിന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആൾക്കാരെന്ത് പറയൂ? നാട്ടില് പറയും തള്ളയെ നോക്കാൻ പറ്റാതെ ഒരാൾ ഗൾഫിലേക്കും പോയി, ബാക്കിയുള്ള കുട്ടികളൊക്കെ ദൂരത്തേക്ക് കല്യാണം കഴിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ നോക്കണ കണ്ടിട്ടാണ് നമ്മുടെ മക്കള് നമ്മളെ നോക്കുക, മനസ്സിലായില്ലേ? എന്താണ് നിങ്ങളെ നോക്കണത് ഒരു കാണണോ കേട്ടോ? ആ കറക്റ്റ് അല്ല അത് കറക്റ്റാണ് ഗായ്സ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലേ അപ്പൊ ഇത് നമ്മൾ കടമണ്ട് ചെയ്യണല്ലോ. അപ്പൊ അതാ ഗായ്സ് ഞാൻ അമ്മയോട് പറഞ്ഞ അതിപ്പോ ഞങ്ങളെ കടക്കപ്പായി കടക്കണേന് മുമ്പ് അല്ല കൊണ്ടുപോയ ഞങ്ങള് രക്ഷപ്പെടും. അപ്പൊ നിങ്ങളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങള് തന്തിയും തള്ളിയാവോ നിങ്ങൾക്ക് അറിയില്ലേ? അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ തന്തിയും തള്ളിയും മക്കൾക്ക് ഭാരമായി എന്ന് ആരും പറയുന്നില്ലല്ലോ. മക്കൾക്ക് ഭാരമല്ല. നമ്മളെന്താ മക്കള് തന്താലും തള്ളാലും സേഫ്റ്റി നോക്കിയിട്ടാ പറയണത്. എന്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തോന്നിയത് കാണിക്കും. അപ്പൊ മക്കളാരെ പേര് തോന്നിയതല്ല. നിങ്ങള് എന്താണ് അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കൂ, ആരും ഇല്ലാത്ത പെരയിൽ അവിടെ പോയി നിന്ന് ഞാൻ അവിടെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം കറണ്ട് ഷോക്കും ലീക്കും കാര്യങ്ങളും ശ്വാസം മുട്ടലും വലിയലും ഉള്ള ആളെ നമ്മൾ ഒറ്റക്ക് ഇട്ട് പോകാൻ പറ്റൂലല്ലോ. അപ്പൊ എന്താക്കുക, 5 ദിവസം ഞാൻ മാറിക്കാണെന്നുണ്ടെങ്കിൽ 5 ദിവസം മക്കളോടെ നിർത്താനുള്ള ഇത് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ ഈ വയസ്സായ തള്ളാർക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, ഓന്തിനാ പിന്നെ മാറ്റിയെടുത്തണേ, ഓന്താ ഇതാക്കണേ, അങ്ങനത്തെ ചിന്തയല്ലേ വരണ്ടേ. ബാക്കിയുള്ളതും കൂടി നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഉമ്മാക്ക് തമിഴ്നാട് പോണം. ഇസ്രായേലല്ല, ഇസ്രായേൽ തമ്പുരാന്. ഇസ്രായേലല്ലേ, ഇറാനാ? അല്ലാ, അത് ശരിയാ. ഇസ്രായേലേ ചുരുക്കം വയ്യ. എന്തുണ്ടായി? മൂത്രം ഒഴിച്ച് വന്ന് ശ്വാസം മുട്ടി അങ്ങനെ പോയി. എന്തായാലും എന്നാ നിങ്ങളോട് വരാൻ പറഞ്ഞേ സൗഫി? അതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പോവാ? ഞാനവിടെ പോവുക. ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് പോവാ? ബുക്ക് ചെയ്താൽ മതി. ഇപ്പൊ എന്തായാലും നിൽക്കാനുള്ള സൗകര്യമൊക്കെ നല്ല അടിപൊളി പേരാണ്. നല്ല അന്തരീക്ഷവും കാലാവസ്ഥയൊക്കെയാണ് അവിടെ ഇപ്പൊ ഉള്ളത്. പിന്നെ ചുറ്റുപാടും അടിപൊളിയാണ് ഗൈസ്. എന്തായാലും ഇൻഷാ അല്ലാഹ് പോയിട്ട് കൊറേ കാലായി. ചക്കന്റെ കല്യാണം പറയാൻ പോയതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് കടന്നിട്ടില്ല. ഗൈസ്, നമുക്കൊരു പർപ്പിളിൻ്റെ ഒരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഷൂട്ടിങ്ങിനാണ്. ഇതൊക്കെ ഒരു മണവാട്ടി ആക്കലായിരുന്നു സിനുവിൻ്റെ പണി ഉണ്ടായിരുന്നത് അല്ലേ? അതിനെ മണവാട്ടിയായിട്ട് നിൽക്കുന്നത്. ഏതാ ഡ്രസ്സ്? കുടിയിരിക്കലിൻ്റെ ഡ്രസ്സ് ഇപ്പോൾ ടൈറ്റ് അത്രേ. ഈ ഡ്രസ്സ് ഗീവ് വെക്കണ്ടെങ്കിൽ എന്തേ? അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോഴാണെന്ന് പറഞ്ഞിട്ട് ഇതാ എടുത്ത് വെച്ചിക്കണേ. സിസ്റ്ററിന്റെ കല്യാണത്തിനൊക്കെ ഇടാൻ വേണ്ടിട്ട് വെച്ചെടുക്കുക. അത്രേ ഒരു സാധനം, മക്കളുടെ സാധനമൊക്കെ എല്ലാവർക്കും കൊടുക്കും. ഇപ്പോൾ ഒരു സാധനം ഇവിടെ ഒരു മനസ്സിന് കൊടുക്കില്ല. എന്നാ കൊടുക്ക? ഞങ്ങളുടെ നെക്സ്റ്റ് കോസ്റ്റ്യൂം മാറി. ഇതെന്താണ്? മമ്മോ കോംബോ ആണ്. അതായത് സിനു മം ഡോക്ടർ കോംബോ അത്രേ. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇങ്ങനത്തെ ഷോർട്ട് കുർത്തി എന്ന് പറഞ്ഞിട്ട്. അതേ ഒരു ബാഗി ജീനും അതിനിട്ടോട് ഞാൻ നേരത്തെ കൂടെ പറഞ്ഞില്ലേ. എന്ത് ഇവിടെ എങ്ങനെ ഒരുങ്ങണെന്ന് വെച്ചാൽ അതേമാതിരി അതിന് ഒരുക്കാനുള്ള പ്ലാൻ ഇതാ. ഓളും അതാ ഷോർട്ട് കുർത്തിയും പിന്നെ ബാഗി പാൻറ്റും ഇതേമാതിരി അലേക്കും ഷോർട്ട് കുർത്തി. പിന്നെന്താണ് വളേ? ഇത് നമ്മൾ കൊടൈക്കനാലിൽ നിർത്തല്ലേ. ഇതിനാണ് ഞാൻ അന്ന് പർച്ചേസ് ചെയ്തില്ലേ. ഒക്കെ മുൻകൂട്ടി കണ്ടു വെച്ചിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചതാണ്. ഈ കുട്ടിക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സ്ഥിതിക്ക് ഉമ്മാക്കും ഒരു ഷോർട്ട് കുർത്തി വാങ്ങിക്കൂടായിരുന്നില്ലേ? അല്ലേ? ഓളൊക്കെ mama.com എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടുണ്ടേ. നിങ്ങൾക്ക് നിങ്ങൾ വരുമ്പോ ഹനാന്റെ ഉമ്മ കണ്ടില്ലേ ചുരിദാർ? ഹനാന്റെ ഉമ്മ ചുരിദാർ, അൻസിഫിന്റെ ഉമ്മ ചുരിദാർ, നൗഫലിന്റെ ഉമ്മ മാത്രം ഈ കീറിയ ഡ്രസ്സും തുണി.
ആൾക്കാരെ ഹനാന്റെ ഉമ്മ ചുരിദാർ 5, അതായത് ഓലൊക്കെ ആൾക്കാർ കാണൽ തുടങ്ങുമ്പോ ഡ്രസ്സ് മാറ്റണ്ടേ. അത് വേണ്ടേ, ഞാൻ ഇതേ മരുന്ന് നടക്കുള്ളൂ. ഇത് കാണോല് കണ്ടാലില്ലാത്തോല് കണ്ട. മറ്റേ ഏലിയന്റെ കുഞ്ഞുങ്ങളുണ്ടാവില്ലേ, ഈ പൂരപ്പറമ്പിലൊരു ബൊമ്മക്കുട്ടി ഉണ്ടാവില്ലേ, ചാവി കൊടുത്തു കഴിഞ്ഞാല് തിരിയണത്. ഇതൊക്കെ ഇപ്പത്തെ ട്രെൻഡ് അത്രേ. പണ്ട് തലേണ കവറും പിന്നെ മറ്റേമാന്റെ അടുത്തുണ്ടായിരുന്നു ഇങ്ങനത്തെ പുള്ളിത്തുണി ഇല്ലേ. ഇതിപ്പോ ഇത് കുർത്തി അടിച്ചിട്ട് ട്രെൻഡ്. പണ്ട് പുള്ളിത്തുണി ഉണ്ടായിരുന്നു. എനിക്കിത് കണ്ടപ്പോ ആദ്യം അതാ തോന്നിയത്. ഞാൻ കുട്ടി വലുതായ ഓനും ഉണ്ടാക്കും ഇതേമാതിരി mama.com ആണെന്ന് പറഞ്ഞിട്ട് ഓരോന്ന്. ഇതൊക്കെ അപ്പോള് അതന്നെ മാറൂല. നിങ്ങൾ ഇട്ടന്നെ ഇടുള്ളൂ, ചുരിദാർ ഇടൂല. നിങ്ങൾ ശരിക്കും ചുരിദാർ ഇട്ട ഭംഗി ഉണ്ടാവും. നിങ്ങൾ ശരിക്കും ഇനി എവിടേക്കും പോകുമ്പോ മാക്സിയൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ നല്ല ഫുൾ സ്ലീവ് ലൂസ് കൈ ഇടണം. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആവൂലേ, ഒരു ചെറിയ സ്റ്റാൻഡേർഡ് ആവൂലേ. ഇപ്പൊ ആളുകൾ എന്താ ആൾക്കാർ വിലയിരുത്തുക ഡ്രസ്സിങ് സെൻസ് ഒക്കെ നോക്കിയിട്ട്. ഇതൊക്കെ അല്ലെ എന്റെ ലുക്ക് തന്നെ മാറിയില്ലേ. അത് വേറെ കുട്ടി, നിങ്ങൾ മാറാൻ പറ്റൂല. എന്തായാലും ഞാൻ ഉമ്മാനൊക്കെ ഒന്ന് ചുരിദാറിട്ട് കാണണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇടിക്കണം. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഗൈസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഇന്ന് കുറച്ച് വേറെ പരിപാടിയും കൂടി ഉണ്ട്. നമ്മളെ ആ ഡ്രസ്സുകൾ ഇന്ന് അയച്ചു കൊടുക്കാൻ പോകണം. കുറച്ച് ഡ്രസ്സുകൾ നമ്മളന്ന് കൊടുക്കാൻ പറഞ്ഞിരുന്നില്ല. 24 ഡ്രസ്സ് നമ്മൾ കൊടുക്കാണ്ട് 5 പേർക്കാണ് കൊടുക്കുന്നത്. അത് കമൻറ്റ് കുറേ ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്ത് കമൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ അതല്ലാതെ നമ്മൾ വേറെ കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.